الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം സാധാരണ കുട്ടികളെ ഉപദേശിക്കാറുണ്ട്. നിങ്ങൾ തോറ്റുപോകരുത്, വഞ്ചിക്കപ്പെടരുത്, എല്ലാ മേഖലയിലും വിജയിക്കണം എന്ന് നിരന്തരമായി ഉപദേശിക്കാറുണ്ട്. എന്താണിതിന് കാരണം? ഒന്ന്, ആ കുട്ടികൾ വിജയിച്ച് കാണണമെന്ന ആഗ്രഹം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഉള്ളത് കൊണ്ടാണ്. രണ്ട്, അവർ പരാജയപ്പെട്ടു പോകാൻ എമ്പാടും സാധ്യതയുള്ള ഒരു ചുറ്റുപാടിലാണ് അവർ ജീവിക്കുന്നത് എന്ന ബോധ്യം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഉള്ളത് കൊണ്ടാണ് ആ നിലക്ക് പറയുന്നത്. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരിയായി ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ വിജയിക്കണം എന്ന് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ നമുക്ക് വിജയിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ പ്രകൃതിയിൽ അല്ലാഹു തആല ഒരുക്കി വെച്ചു. അതിനു പുറമെ ആഖിറം വിജയിച്ചു കിട്ടാനുള്ള എല്ലാവിധ ഏർപ്പാടുകളും അല്ലാഹു തആല ഈ പ്രകൃതിയിൽ ഉണ്ടാക്കി വെച്ചു. പ്രവാചകനെ പറഞ്ഞയച്ചു, കിതാബ് തന്നു, എല്ലാവിധ അനുകൂലനങ്ങളും ഉണ്ടാക്കി വെച്ചു. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം തന്നെ നമ്മൾ ഈ ജീവിക്കുന്ന പ്രകൃതിയിൽ ഒരുപാട് ചതിക്കുഴികളുണ്ട്. ഒരു പരീക്ഷണം എന്ന നിലക്ക്, ഒരു പരീക്ഷാ ഹാളിൽ ഉണ്ടാകേണ്ട ക്വസ്റ്റ്യൻ എന്ന നിലക്ക് പരാജയപ്പെടാനുള്ള സംവിധാനവും ഈ പ്രകൃതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ അല്ലാഹു തആല രക്ഷിതാക്കൾ പറയാറുള്ളതിനേക്കാൾ ഉപരി, അധ്യാപകർ പറയാറുള്ളതിനേക്കാൾ ഉപരി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ. ഐഹിക ജീവിതം നിങ്ങളെ തോൽപ്പിച്ച് കളയരുത്, ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിച്ച് കളയരുത്, നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. പരമവഞ്ചകനായ പിശാച് നിങ്ങളെ ചതിയിൽ അകപ്പെടുത്തി കളയരുത്. ശൈത്താനുണ്ട്. അതുപോലെ ഐഹിക ജീവിതത്തിലുള്ള ഒരുപാട് താല്പര്യങ്ങളുണ്ട്.
അതെല്ലാമുള്ള ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ ആഖിറം നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആനിൽ. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിന്റെ ആകെ ഒരു പദം അതിലുള്ളത് തന്നെ ലാ തഗ്തറു, ലാ തഗ്തറു, നിങ്ങൾ തോറ്റു പോകരുത്, നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്. അപ്പൊ അള്ളാഹുവും റസൂലും നമ്മെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഗുറൂർ, ഈ തോറ്റു പോകുന്ന അവസ്ഥ? വളരെ വ്യക്തമായി മുഹദ്ദിസുകൾ നമ്മോട് പറഞ്ഞു തരുന്നു. സുക്കൂനുൻ നഫ്സി ഇലാ മാ യുവാഫിഖുൽ ഹവാ വയമീലു ഇലൈഹി തബഉ. ഓരോരുത്തരും തന്റെ താല്പര്യവും ഇഷ്ടവും അനുസരിച്ചാണല്ലോ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഈ ജീവിതം ശരിയാണ് എന്ന് ശൈത്താൻ അവനെ തോന്നിപ്പിച്ചു കൊടുക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, എനിക്ക് ആഖിറങ്ങ് കിട്ടും, ഞാൻ എൻ്റെ സ്വർഗത്തിലെത്തും, ഞാൻ നരകത്തിൽ നിന്നങ്ങ് രക്ഷപ്പെടും, അതിന് എൻ്റെ ഇപ്പോ നിലവിലുള്ള ഈ ജീവിതമാണ് വേണ്ടത്, പരിവർത്തനമൊന്നും ആവശ്യമില്ല എന്ന രൂപത്തിൽ. തിരക്കേടില്ല, വലിയ കുറ്റവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ ഒരവസ്ഥയുടെ പേരാണ് ഖുറൂർ. മനുഷ്യൻ തോറ്റുപോകുന്ന ചിന്ത. തന്നോട് അള്ളാഹുവിന് ഇഷ്ടാണ്, താൻ മരിച്ചാൽ അള്ളാഹു താല സ്വർഗം തരും, ഇവിടെയും കുറെ തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള മാനസികാവസ്ഥയുണ്ടല്ലോ. അതുകൊണ്ടാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത് അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വിജയം വരിക്കുന്ന ബുദ്ധിമാൻ ആരാണ്? ആത്മവിചാരണ നടത്തിയിട്ട് മരണാനന്തര ജീവിതത്തിനായി പണിയെടുക്കുന്നവനാണ് ബുദ്ധിമാൻ. തൻ്റെ ജീവിതത്തെ പഠന വിധേയമാക്കുക, എന്നിട്ട് ആത്മവിചാരണ നടത്തി മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുക, പരിവർത്തനപ്പെടുക. വൽ ആജിസു മനിത്തബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്. ഇതിനു സാധിക്കാതെ തോറ്റുപോയവൻ ആരാണ്? പരാജയപ്പെട്ടു പോകുന്നവൻ ആരാണ്? അവൻ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു, പരിവർത്തനത്തിനൊന്നും തയ്യാറായില്ല. എന്നിട്ട് അള്ളാഹു ഇങ്ങ് തരും എന്ന ഒരു പ്രതീക്ഷയും. പൂതിയും പ്രതീക്ഷയും വ്യാമോഹവും അതിന് ചെലവില്ലല്ലോ, അതിനൊരു പണിയുമില്ലല്ലോ. കുറെ വ്യാമോഹം കൊണ്ട് ജീവിച്ചാൽ മതിയല്ലോ. ആർക്കും കഴിയുന്ന കാര്യമാണത്. അതുകൊണ്ട് ലഭിക്കുന്നതല്ല സ്വർഗം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ലൈസ ബി അമാനിയിക്കും വല അമാനി അഹ്ലിൽ കിതാബ്. നിങ്ങളുടെ വ്യാമോഹം നടക്കില്ല, വേദക്കാരുടെ വ്യാമോഹവും നടക്കില്ല. അവർക്കുണ്ട് വ്യാമോഹം, അങ്ങ് നന്നായി പോകും, അങ്ങ് സ്വർഗത്തിലെത്തുമെന്നൊക്കെ. കാര്യം അതല്ല, അവിടെയല്ല. എന്നിട്ട് എവിടെയാണ് കാര്യമെന്ന് തുടർന്ന് അല്ലാഹു പറയുന്നു, മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി. ആരാണോ ചീത്ത പ്രവർത്തിക്കുന്നത് അതിനുള്ള പ്രതിഫലം അവർ അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറ. അങ്ങനെ ആ ചീത്തയുടെ പ്രതിഫലം അനുഭവിക്കുന്നത് സമയത്ത് അത് തടയാൻ അവന് മിത്രമോ സഹായികളോ ഉണ്ടാവുകയില്ല, സ്വന്തം തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോ നമ്മൾ എത്ര നല്ല ആളുകളാണെങ്കിലും, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും തികഞ്ഞവനാണ് എന്ന് തോന്നിപ്പോകരുത്. ആരെ സംബന്ധിച്ചും തോന്നിപ്പോകരുത്. ഒരു ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസ സംസ്കരണത്തിന് പങ്കെടുക്കുകയാണ് മദീനയിൽ. ആരുടെ ജനാസയാ? ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ഒരു മഹാൻ ഉസ്മാൻ ഇബ്നു മളൂൻ മരണപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കഫൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്, ബദ്രിയാണ്. മുഹാജിറുകളുടെ കൂട്ടത്തിൽ മദീനയിൽ ആദ്യമായി മരണപ്പെട്ട മഹാനാണ് ഉസ്മാൻ ഇബ്നു മളൂൻ.
ഈ ഉസ്മാൻ ഇബ്നു മൽഊൻ ഒരു അൻസാരി വീട്ടിലായിരുന്നു താമസം. അങ്ങനെയാണല്ലോ, മുഹാജിറുകളെ അൻസാറുകൾ അവരുടെ വീടുകളിലേക്ക് ഓഹരി വെച്ചെടുത്തതല്ലേ. ഉസ്മാൻ ഇബ്നു മൽഊൻ താമസിച്ച വീട്ടിൽ ഒരു വൃദ്ധയുണ്ട്. ആ വൃദ്ധക്ക് വലിയ ഇഷ്ടമാണ് ഉസ്മാൻ ഇബ്നു മൽഊനിനോട്. ഉമ്മുൽ അലാ എന്നാണ് ആ മഹദി അറിയപ്പെടുന്നത്. ഉസ്മാൻ ഇബ്നു മൽഊൻ മരണപ്പെട്ട സന്ദർഭത്തിൽ തന്റെ കുടുംബാംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാള് നഷ്ടപ്പെട്ടതുപോലെ ആ മഹാനുഭാവന്റെ ജനാസക്കടുത്തു നിന്നുകൊണ്ട് ഉമ്മുൽ അലാ പറഞ്ഞു, റഹ്മത്തുള്ളാഹി അലൈക അബാ സാഹിബ് ഫശഹാദതി അലൈക ലഖദ് അക്രമക്കല്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യം അങ്ങേക്കുണ്ടാകട്ടെ അബൂ സാഹിബേ. അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ്. അവര് വീട്ടിൽ വെച്ച് അങ്ങനെയാണ് വിളിക്കാറുള്ളത്. ഞാൻ ഇതാ നിങ്ങൾക്ക് അല്ലാഹുവിങ്കൽ സാക്ഷി നിൽക്കുന്നു, അല്ലാഹു താങ്കളെ ആദരിച്ചിട്ടുണ്ട്, താങ്കൾ നല്ലൊരു മനുഷ്യനാണ്, സ്വർഗത്തിലാണ് എന്ന രൂപത്തിൽ സംസാരിക്കുകയാണ്. ആ മഹദിക്ക് അതൊക്കെ പറയാനുണ്ട്. കാരണം ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ ആരാധനകളും അദ്ദേഹത്തിന്റെ വിശ്വാസ സ്ഥൈര്യവുമെല്ലാം അനുഭവിച്ചറിഞ്ഞ മഹദിയാണ്. അങ്ങനെ അങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, വമാ യുദ്രീകി അന്നല്ലാഹ ഖദ് അക്റമഹു, അദ്ദേഹത്തെ അല്ലാഹു തആല ആദരിച്ചിട്ടുണ്ട് എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് വിവരം ലഭിച്ചത് എന്ന് ഉമ്മുൽ അലാഇനോട് റസൂലുള്ളാഹി. ഉമ്മുൽ അലാ പറയുന്നു, ഫഖുൽതു, ഞാൻ മറുപടി പറഞ്ഞു റസൂലിനോട്, ബി അബി അന്ത യാ റസൂലല്ലാഹ്, എന്റെ പിതാവ് തന്നെ അങ്ങേക്ക് ദണ്ഡമാണ്. ഫമൻ യുക്രിമുഹുല്ലാഹ്, ഉസ്മാൻ ഇബ്നു മൽഊനിനെ അല്ലാഹു ആദരിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെയാണ് റസൂലെ അല്ലാഹു ആദരിക്കുക? അത്രയും വലിയ മഹാനല്ലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അമാ ഹുവ ഫഖദ് ജാഅഹുൽ യഖീൻ, അറിയുക അദ്ദേഹത്തിന് മരണം വന്നിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്, അത് നമുക്കറിയാം. വല്ലാഹി ഇന്നി ലഅർജു ലഹുൽ ഖൈർ, അദ്ദേഹം ഖൈറിലാകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അദ്ദേഹം എത്രയോ നല്ല ഖൈറിലാകുമാറാകട്ടെ. പക്ഷേ വല്ലാഹി മാ അദ്രി വ അന റസൂലുള്ളാഹി മാ യുഫ്അലു ബി ഔ ബിഹി, അല്ലാഹുവിന്റെ റസൂൽ പറയാ, അദ്ദേഹത്തിന്റെ ഭാവി അവസ്ഥ എന്താണെന്ന് ഞാൻ റസൂലായിട്ട് പോലും എനിക്കറിയില്ല, വഹി വന്നിട്ടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ കാര്യത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച നയമാണിത്. അമിതമായ പ്രതീക്ഷ പാടില്ല. എന്താണ് റബ്ബിന്റെ തീരുമാനമെന്നറിയില്ല. അവസാന കാലമാകുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ ഒരു ദുസ്വഭാവത്തെ സംബന്ധിച്ചാണ്, വിശ്വാസപരമായ മാനസികമായ ദുസ്വഭാവത്തെ സംബന്ധിച്ചാണ് ഞാൻ ഈ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് പിൽക്കാലത്ത് ജീവിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ച് അമിതമായ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ജീവിക്കുക, തരക്കേടില്ല എന്ന ചിന്തയോടുകൂടിയാണ് ജീവിക്കുക. അപ്പോൾ അധികം ആളുകളും ഈ പറഞ്ഞ വഞ്ചനയിൽ കുടുങ്ങിയിരിക്കുകയാണ്. അല്ലാഹ് പറഞ്ഞല്ലോ, നിങ്ങൾ തോറ്റുപോകരുതേ, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുതേ എന്ന് പറയുമ്പോ ആ വഞ്ചനയിൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തെറ്റിദ്ധരിക്കാൻ പറ്റാത്ത വിധം ഏതാണ്ട് ആളുകളും ഈ ഒരു ശുഭപ്രതീക്ഷ, അമിതമായ ശുഭപ്രതീക്ഷയോടുകൂടി ജീവിക്കുന്നു എന്നാണ് മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഏറ്റവും വലുതായി, ഏറ്റവും കഠിനമായി ഇതിൽ കുടുങ്ങിപ്പോകുന്നത് അവിശ്വാസികളും മുശ്രിക്കുകളും തന്നെയാണ്. പരലോക നിഷേധികള് പ്രത്യേകിച്ച് അവരുടെ കാഴ്ചപ്പാടെന്താ? ഈ ദുനിയാവ് അനുഭവത്തിലുള്ള സത്യമാണ്. പരലോകമെന്ന് പറയുന്നത് ഒരു പറഞ്ഞു കേൾക്കപ്പെടുന്ന ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിന് വേണ്ടി എന്തിനാണ് ഈ ഐഹിക ജീവിതം തുലക്കുന്നത് എന്ന ചിന്തയാണ് ഇബ്ലീസ് അവരിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. ആഖിറത്തെ സംബന്ധിച്ച് നമ്മൾ വയല് പറയുമ്പോ അത് കേൾക്കുന്ന പരലോക നിഷേധികള് ഊറിച്ചിരിക്കുന്നുണ്ടാകും. ആളുകളെ ഒന്ന് പിടിച്ചു കെട്ടാൻ, ആളുകളെ ഒന്ന് അടക്കിയിരുത്താൻ ഇവര് പ്രയോഗിക്കുന്ന പൊടിക്കൈയാണിത്. മരണാനന്തരം ഒരു ജീവിതമുണ്ട് പോലും എന്നാണ് അവര് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്.
പ്രതീക്ഷക്കല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്, അനുഭവത്തിനാണ് എന്ന ധാരണ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവര് ജീവിക്കുന്നതോ അവരുടെ ഐഹിക ജീവിതം മുഴുവനും പ്രതീക്ഷയ്ക്ക് വേണ്ടിയാ. അത് വേറൊരു വിഷയം. ഇപ്പൊ കച്ചവടമാണെങ്കിൽ അതിന്റെ മുതലാണ് അനുഭവത്തിലുള്ളത്, ലാഭം പ്രതീക്ഷ മാത്രമാണ്. പ്രതീക്ഷക്കല്ലേ കച്ചവടം ചെയ്യുന്നത്? അങ്ങനെ എന്തെടുത്താലും പ്രതീക്ഷ. പഠനം, അറിവ്, എന്തിനാ പഠിക്കാൻ പോകുന്നത്? ജയിക്കും ഉറപ്പാണോ? ഇല്ല, അത് പ്രതീക്ഷയല്ലേ. മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ പ്രതീക്ഷക്കാണ്. ഞാൻ പറഞ്ഞത് അവരുടെ ന്യായം അനുസരിച്ച് തന്നെ അവരാ പറയുന്ന വാദഗതി തെറ്റാണ്. നമുക്ക് പ്രതീക്ഷയല്ല, നമുക്ക് ഉറച്ച വിശ്വാസമാണ് പരലോകത്തെ സംബന്ധിച്ചുള്ളത്. അല്ലാഹു തആല പറഞ്ഞതുകൊണ്ട്, വിശുദ്ധ ഖുർആനിലൂടെ ഗൈബ് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായതുകൊണ്ട്. അപ്പൊ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആഖിറം വാങ്ങുന്നതിനെ ഒരു കച്ചവടവുമായി ഉപമിച്ച് സംസാരിച്ചതും അത്തരത്തിലുള്ള ധ്വനികൾ കൊണ്ട് തന്നെയാണ് എന്ന് മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഉലൈകല്ലദീന ഇസ്തറവുൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ, ആഖിറം വിറ്റ് ദുനിയാവ് വാങ്ങിയവരാണവർ എന്ന് അല്ലാഹു തആല പറയുകയുണ്ടായി. ഇനി വഞ്ചിക്കപ്പെട്ടു പോകാതിരിക്കാൻ ഈ ദുസ്വഭാവത്തെ ചികിത്സിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമുക്ക് ചികിത്സിക്കാൻ കഴിയുക? ഒന്ന്, നമ്മൾ നമ്മുടെ മാനസികാവസ്ഥ നമ്മൾ തന്നെ തിരിച്ചറിയുക, എന്നിട്ട് അതിനെ ചികിത്സിക്കേണ്ടതാണ് എന്ന കാര്യം തിരിച്ചറിയുക. നമ്മുടെ ശാരീരികമായ രോഗങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയാറുണ്ടല്ലോ, അതിനുള്ള ചെക്കപ്പുകളൊക്കെ നടത്താറുണ്ടല്ലോ. സ്വർഗത്തിലെത്താനുള്ള കാര്യമാണ് പറയുന്നത്. നമ്മുടെ മാനസികാവസ്ഥയും വിശ്വാസവും ഇടയ്ക്കിടെ ഇഴകീറി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞതിൽ ഉറച്ചു വിശ്വസിക്കുക. അല്ലാഹു തആല പറയുന്നു, അമിതമായ പ്രതീക്ഷയും എനിക്കങ്ങ് രക്ഷപ്പെട്ട് കളയാമെന്ന മോഹവും ഈ സ്വായത്തമായ സംഗതികൾ കൊണ്ട് നിങ്ങൾക്ക് വേണ്ട. മാ ഇൻദകും യൻഫദ്, നിങ്ങളുടെ പക്കലുള്ളത് മുഴുവനും നശിച്ചു പോകുന്നതാണ്. വമാ ഇൻദല്ലാഹി ബാഖ്, അവശേഷിക്കുന്നത് അല്ലാഹുവിങ്കലുള്ളതാണ്. അത് പ്രതീക്ഷിച്ചിട്ട് അതിനു വേണ്ടി പണിയെടുക്കണം. വലനജ്സിയന്നല്ലദീന സബറു അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർ, പരിവർത്തനപ്പെടുന്നവർ, നന്മ ചെയ്യുന്നവർ, അവർക്ക് നമ്മൾ പ്രതിഫലം കൊടുക്കുന്നതാണ്. മന്നമില സാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസ, നിങ്ങളുടെ കൂട്ടത്തിൽ ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മം പ്രവർത്തിച്ചുവോ, വഹുവ മുഅ്മിനുൻ, ഈമാനുണ്ടോ, ഫലനുഹയ്യന്നഹു ഹയാത്തൻ തയ്യിബ, അവനുള്ളതാണ് നല്ല ജീവിതം. അല്ലാതെ നിലവിലുള്ള സാഹചര്യം കൊണ്ട് പൊരുത്തപ്പെട്ട് അമിതമായ ശുഭപ്രതീക്ഷയും കൊണ്ട് ജീവിച്ചാൽ അതുകൊണ്ട് ലഭിക്കുന്നതല്ല വിജയം. നേരെ മറിച്ച് അത് അമല് ചെയ്ത് വാങ്ങേണ്ടതാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഈ ആശയത്തിൽ വിശ്വസിച്ചാൽ, അല്ലാഹു പറയുന്ന ഈ ആശയം ഉൾക്കൊണ്ടാൽ നമുക്ക് പരിവർത്തനപ്പെടാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ആയത്ത് ഓതിയ ഉടനെ അല്ലാഹു തആല തുടർന്ന് പറയുന്നത്, ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്, നീ ഖുർആൻ ഓതിയാൽ ശൈത്താനെ തൊട്ട് കാവല് ചോദിച്ചോ. നിലവിലുള്ള നിന്റെ അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥ ശരിയാണ് എന്ന്, അങ്ങനെ തന്നെ ജീവിച്ചാൽ ഞാനങ്ങ് സ്വർഗത്തിലെത്തുമെന്ന് നിന്നെ തോന്നിപ്പിക്കുന്ന, നിന്നെ ഖുറൂറിലാക്കുന്ന ഒരു ശൈത്താനുണ്ട്. അതിലാണ് നീ പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കാവല് ചോദിച്ചോ. മിനശ്ശൈത്താനിർ റജീം, അല്ലാഹുവിനോട് കാവലിനെ ചോദിച്ചോ, ആട്ടപ്പെട്ട ശൈത്താന്റെ ശർറിനെ തൊട്ട്. കാരണം ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, കൃത്യമായി വിശ്വസിക്കുകയും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മേൽ ആധിപത്യമില്ലാത്തവനാണ് പിശാച്. അത്തരം ആളുകളെ കൈകാര്യം ചെയ്യാൻ, അവൻ ഇച്ഛിക്കുന്നത് പോലെ പ്രവർത്തിപ്പിക്കാൻ ശൈത്താന് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ വാക്കുകളിൽ വിശ്വസിച്ചിട്ട് നിരന്തരമായി പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയും
പരിവർത്തനം വേണ്ട എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള ഈ അവസ്ഥ തുടർന്നാൽ മതി എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ശൈത്താന്റെ ശർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും ചെയ്യുക. നിങ്ങൾ തോറ്റുപോകരുതേ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുതേ എന്ന് അല്ലാഹു തആല നമ്മോട് പറഞ്ഞു തരികയാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നത്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന അവസ്ഥക്കാണ് ഇൽമ് എന്ന് പറയുന്നത്. ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ? അറിവ്, കുറെ തത്വങ്ങൾ കാണാതെ പഠിക്കല, അതൊന്നും അല്ല ഇൽമ്. ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാനെ പേടിക്കുക. ജഹ്ല് എന്ന് പറഞ്ഞാലോ ഈ നിലവിലുള്ള അവസ്ഥ തന്നെ മതി എന്ന രൂപത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് പരാജയപ്പെട്ടു പോവുക, അതിന്റെ പേരാണ് ജഹ്ല്. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തെറ്റും കുറ്റവും ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരും കുഫാറുകളും നരകത്തിലാണെന്നാ ഖുർആൻ പറയുന്നത്. കുഫാറ് മാത്രല്ല, അവിശ്വാസികൾ മാത്രമല്ല, കുറ്റവാളികളും നരകത്തിലാ. അവര് രണ്ടുപേരും കൂറാണ് നരകപ്രവേശനത്തിൽ. അവര് വേർപിരിയുന്ന ഒരു ഘടകം മാത്രമേ ഉള്ളൂ. ഒന്ന്, കുഫാർ ശാശ്വതമായി നരകത്തിലാണ്. നേരെ മറിച്ച് മുഅ്മിനീങ്ങൾ, കുറ്റവാളികളായ മുഅ്മിനീങ്ങൾ, അവർക്ക് അസ്ലുൽ ഈമാൻ ഉണ്ട്. അസ്ലുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ദുനിയാവാണ്, ആഖിറമാണ് ദുനിയാവിനേക്കാളും നല്ലത്, തൗഹീദാണ് ശരി, അള്ളാഹു പറഞ്ഞതാണ് ശരി, അങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ജീവിച്ചിട്ടില്ല. അവരാ കുറ്റവാളികൾ. അവർക്ക് വിശ്വാസമുണ്ട്, അവരങ്ങനെ ജീവിച്ചിട്ടില്ല. അവരാണ് ഉസാത്ത്, കുറ്റവാളികൾ. അവർക്ക് അസ്ലുൽ ഈമാൻ ഉള്ളത് കൊണ്ട് ജീവിച്ച കുറ്റകൃത്യങ്ങൾക്ക് തത്തുല്യമായ നരകശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്കാക്കും. നരകത്തിലാകുന്ന വിഷയത്തിൽ രണ്ടുപേരും ഒരുപോലെയാവുകയാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, തോറ്റുപോകരുതേ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്, നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്, തോറ്റുപോകരുത്. ഇടയ്ക്കിടെ വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി അള്ളാഹുവിന്റെ കലാമ് മനസ്സിലാക്കി അതിനനുസരിച്ച് പരിവർത്തനപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലി വലക്കും വഅസ്തഗ്ഫീഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله الفائزين برضا الله أوصيكم عباد الله وإياي بتقوى الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശ്വാസികളിൽപ്പെട്ട കുറ്റവാളികൾ മറ്റാരെ കുറിച്ചല്ല പറയുന്നത്, നിങ്ങളെ പറ്റിയാ. അതെ, നമ്മളെ പറ്റിയാ ഞാൻ പറയുന്നത്. ഈ കുറ്റവാളികൾ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് വേറെ ഏതോ ആളുകളല്ല. ഒരു ധാരണ ഉണ്ട്. എന്താ ധാരണ എന്നറിയോ? അല്ലാഹ് മാന്യനല്ലേ, ഒരുപാട് റഹ്മത്ത് ചെയ്യുന്നവനല്ലേ, എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നവനല്ലേ, എനിക്കും ഇങ്ങ് പുറത്തു തരൂ, എന്നിട്ടോ നിലവിലുള്ള അതേ ജീവിതവും ഒരു മാറ്റവും ഇല്ല, എനിക്കിങ്ങ് പുറത്തു തരും. അതിന്റെ പേരാണ് അമിതമായ പ്രതീക്ഷ. അള്ളാഹുവിന്റെ റഹ്മത്ത് സമുദ്ര സമാനമല്ലേ? ഇങ്ങനെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹുവിനെ സംബന്ധിച്ച് ഭയം വേണം, പ്രതീക്ഷയും വേണം. ഈ ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിൽ നമ്മൾ ജീവിക്കണം എന്ന് പറഞ്ഞതിന്റെ ഉള്ളിലുള്ള ഹിക്മത്ത് എന്താ? ഈ ഭയവും പ്രതീക്ഷയും നമ്മെ മുന്നോട്ട് നയിക്കണം, സൽക്കർമ്മത്തിലേക്ക് നയിക്കണം. സൽക്കർമ്മം ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രതീക്ഷ, അതുപോലെ തന്നെ പാശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിയാലും ഞാൻ രക്ഷപ്പെടുകയില്ല എന്ന് തോന്നിക്കുന്ന ഭയം, അവിടെ എത്തുന്ന സമയത്ത് രണ്ടും അപകടമാണ്.
ഭയം വേണം, പ്രതീക്ഷ വേണം എന്ന് പറയുന്നത് ഇത് രണ്ടും മനുഷ്യനെ സൽക്കർമ്മത്തിലേക്ക് നയിക്കാനാണ്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിഴപ്പിക്കുന്നത്, മനുഷ്യനെ ഇബ്ലീസുൽ ലഈൻ പിഴപ്പിക്കുന്നത്, വഞ്ചിക്കുന്നത്, തോൽപ്പിച്ചു കളയുന്നത് ഒരിക്കലും തന്നെ ബാഹ്യമായി അതൊരു തെറ്റാണ്, കുറ്റമാണ് എന്ന് തോന്നുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടല്ല വിശ്വാസപരമായി പേപ്പിക്കുന്നത്. സാധാരണഗതിയിൽ കള്ളുകുടി, വ്യഭിചാരം പോലുള്ള തെറ്റുകുറ്റങ്ങൾ അത് തെറ്റാണ് എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ വിശ്വാസപരമായി മനുഷ്യനെ പേപ്പിക്കുന്നത് അത് ശരിയാണ് എന്ന വിചാരത്തോടു കൂടിയാണ്. ഇപ്പൊ ഈ വിഷയം തന്നെ എടുക്കാം. ഏത്? ഞാൻ ശരിയാണ് എന്ന ധാരണയോടുകൂടി, അമിതമായ പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്നത്. എത്ര തെറ്റ് ചെയ്താലെന്താ, അള്ളാഹു റഹ്മാനല്ലേ, പൊറുത്തേറുന്നവനല്ലേ, എല്ലാം അള്ളാഹു പൊറുത്തേരൂലേ എന്നുള്ള അമിതമായ പ്രതീക്ഷ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്നത്, അതുകൊണ്ട് നമ്മുടെ ജീവിതം തിരുത്താതെ ഇനിയും മുന്നോട്ട് പോകാൻ നമുക്ക് പ്രചോദനം നൽകുന്നത്, അതിന്റെ ബാഹ്യവശം ശരിയാണ്, പക്ഷെ അതിന്റെ ആന്തരിക വശം തെറ്റാണ്. എന്താണ് ആന്തരിക വശം തെറ്റാകാനുള്ള കാരണം? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത ഖുർആനിലും ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് തെറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാനല്ല, മറിച്ച് തെറ്റ് ചെയ്തവൻ അള്ളാഹുവിലേക്ക് പാശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു പുറത്തു തരും. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത പറയാനാ, നിരാശപ്പെടാതിരിക്കാനാ അള്ളാഹു തആല അവന്റെ റഹ്മത്തിന്റെ വിശാലത പറയുന്നത്. അതുപോലെ കുറ്റം ചെയ്ത വ്യക്തി ഇനി എന്റെ തൗബ സ്വീകരിക്കുകയില്ല എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ അല്ല, നിന്റെ തൗബയും അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആയത്തുകളും അതിന്റെ ആശയവും കേൾക്കുന്ന സമയത്ത് ഇവിടെ വെച്ച് പരിവർത്തനപ്പെട്ടിട്ടില്ലെങ്കിൽ ആഖിറത്തിൽ വെച്ച് വിലപിക്കുന്ന വാക്കുകൂടി അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. വഖാലു, അവർ പറയും, ലൗ കുന്നാ നസ്മഉ ഔ നാഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, കേൾക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ നരകക്കാരിൽ പെട്ടുപോകില്ലായിരുന്നു. ഫഅ്തറഫൂ ബിദംബിഹിം, അവിടെ വെച്ച് തെറ്റ് സമ്മതിക്കുകയാണ്. ഫസുഹഖൻ ലി അസ്ഹാബിസ് സഈർ, അത്തരം ആളുകൾ അവരാട്ടപ്പെട്ടത് തന്നെ, അവർ നരകത്തിൽ തന്നെ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, അദൃശ്യമായി നരകം കാണുന്നതിന് മുമ്പ്, സ്വർഗം കാണുന്നതിന് മുമ്പ്, അനുഭവത്തിൽ വരുന്നതിന് മുമ്പ് അദൃശ്യമായി ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആളുകൾ, ലഹും മഗ്ഫിറത്തുൻ, അവർക്കാണേ മഗ്ഫിറത്ത്, വഅജ്റുൻ കബീർ, അവർക്കാണേ വലിയ പ്രതിഫലമുള്ളത്. ആഖിറത്തിലെത്തിയാൽ കാഫിർ തൗബ ചെയ്യും, നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയേ എന്നൊക്കെ പറയും. അത് അദൃശ്യമായി വിശ്വസിച്ചിട്ടുള്ള തൗബയല്ല. അദൃശ്യമായി വിശ്വസിച്ചിട്ടുള്ള തൗബ ദുനിയാവിൽ വെച്ച് ചെയ്യുന്നതാണ്. അത്തരം ആളുകൾക്കാണ് മഗ്ഫിറത്തുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കൃത്യമായി ആയത്തിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി ജീവിതം പരിവർത്തനപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഒരല്പമെങ്കിലും നന്മയിലേക്ക് മാറാൻ പരിശ്രമിക്കുക, അതുവഴി സ്വർഗം നേടുക. അല്ലാഹുവേ തൗഫീഖ് നൽകണേ റഹ്മാനെ, തൗഫീഖ് നൽകണേ റഹ്മാനെ, തൗഫീഖ് നൽകണേ റഹ്മാനെ. സ്വർഗാവകാശികളാക്കണേ റഹ്മാനെ. കുടുംബസമേതം സ്വർഗത്തിൽ പോകാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. സ്വർഗപ്രവേശനത്തിന്റെ തടസ്സമായ വല്ല വിശ്വാസവും ചിന്താഗതിയും പ്രവർത്തനവും ഞങ്ങളിലുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചറിഞ്ഞ് തിരുത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, പ്രായമായ മാതാപിതാക്കളുണ്ട്, ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ കടങ്ങൾ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ നീ തന്നതിന് ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. നീ വിധിച്ച എല്ലാവിധ ശർറിനെ തൊട്ടും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.